ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജൂൺ 16-17 തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കടക്കാം. കേരള PSC HSI നാച്ചുറൽ സയൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് HSI നാച്ചുറൽ സയൻസ് റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട്. 2 വോള്യങ്ങളായിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭ്യമാവുന്നത്. നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ വഴിയോ അല്ലെങ്കിൽ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഈ ബുക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ ഉടൻ തന്നെ ടാലന്റിന്റെ HSI നാച്ചുറൽ സയൻസ് റാങ്ക് ഫയൽ സ്വന്തമാക്കൂ. ഉടൻ തന്നെ വരാനിരിക്കുന്ന കേരള PSC എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് HSI സോഷ്യൽ സയൻസ്, HSI നാച്ചുറൽ സയൻസ്, HSI ഫിസിക്കൽ സയൻസ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, ബിവറേജ്, LDC തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക. ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. 2025 ഇ സ്പോർട്സ് വേൾഡ് കപ്പിന്റെ ഗ്ലോബൽ അംബാസഡറായി നിയമിതനായത് ആരെന്നാണ്. ഓർത്തു വെക്കാം, ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. എന്താണ്? 2025 ഇ സ്പോർട്സ് വേൾഡ് കപ്പിന്റെ ഗ്ലോബൽ അംബാസഡർ ആയിട്ടാണ് അദ്ദേഹം നിയമിതനായിട്ടുള്ളത്. ഇനി ഇ സ്പോർട്സ് വേൾഡ് കപ്പ് എന്താണെന്ന് കൂടി ഓർത്തു വെക്കുക. ആഗോളതലത്തിൽ ഇ സ്പോർട്സ് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു NGO ആണ്. റിയാദ് ആസ്ഥാനമാക്കിയിട്ടുള്ള ഒരു NGO ആണ് എന്താണ് ഇ സ്പോർട്സ് വേൾഡ് കപ്പ് എന്നുള്ളത്. അപ്പോൾ ഇതിന്റെ ഗ്ലോബൽ അംബാസഡർ ആയിട്ടാണ് ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ നിയമിതനായിരിക്കുന്നത്. എപ്പോഴാണെന്ന് ഓർത്തു വെക്കുക, 2025. അപ്പോൾ 2025 ഇ സ്പോർട്സ് വേൾഡ് കപ്പിന്റെ ഗ്ലോബൽ അംബാസഡറായി നിയമിതനായത് ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. അടുത്തതൊരു പദ്ധതിയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. പദ്ധതിയുടെ പേര് ഇതാണ്, സല്ലാപം. എന്താണ്? സല്ലാപം എന്നുള്ള പദ്ധതിയാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണെന്ന് ഓർത്തു വെക്കുക. വയോജനങ്ങളുടെ ഏകാന്തത അകറ്റാൻ സർക്കാർ തയ്യാറാക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കേരളത്തിലെ വയോജനങ്ങളുടെ ഏകാന്തത, അവരുടെ ഒറ്റപ്പെടൽ മാറ്റുവാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ ഈ ഒരു പദ്ധതി വഴി അവർക്ക് പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തുവാനും അതേപോലെ യുവാക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ ദൃഢപ്പെടുത്തുവാനും സാധിക്കുന്നതാണ്. അങ്ങനെ അതിനുവേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് സല്ലാപം എന്നുള്ള പദ്ധതി. മാത്രമല്ല, ഓർത്തു വെക്കേണ്ട മറ്റൊരു വസ്തുത എന്തെന്ന് വെച്ചാൽ ഫോൺ എ ഫ്രണ്ട് എന്ന രീതിയിലായിരിക്കും ഈ ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കേരള സംസ്ഥാന സർക്കാരാണ് ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരുന്നത്. ആർക്ക് വേണ്ടിയിട്ടാണ്? വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവരുടെ ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഏകാന്തത അകറ്റുവാൻ വേണ്ടിയിട്ടാണ്, മാറ്റുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി വഴി ലക്ഷ്യം വെക്കുന്നത്. ഈ ഒരു പദ്ധതി വഴി അവർക്ക് പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തുവാനും അതേപോലെ യുവാക്കളുമായിട്ടുള്ള ബന്ധം ദൃഢപ്പെടുത്തുവാനും സാധിക്കുന്നതാണ്. പദ്ധതിയുടെ പേരോർത്ത് വെക്കുക, സല്ലാപം എന്നാണ്. ഇനി ഒരു ഇന്റർനെറ്റ് റേഡിയോയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. റേഡിയോ നെല്ലിക്ക. എന്താണ് ഈ ഒരു ഇന്റർനെറ്റ് റേഡിയോ? ഏതാണെന്ന് ഓർത്തു വെക്കുക, റേഡിയോ നെല്ലിക്ക എന്നുള്ളതാണ്. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഒരു ഇന്റർനെറ്റ് റേഡിയോയാണിത്. ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? കുട്ടികൾക്കായിട്ടാണ്. അപ്പോൾ ആരാണ് ആവിഷ്കരിക്കുന്നതെന്ന് ഓർത്തു വെക്കുക, സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനാണ്. അപ്പോൾ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ എന്താണ്? കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇന്റർനെറ്റ് റേഡിയോ ആരംഭിക്കുന്നത്. റേഡിയോ ഏതാണ് എന്ന് ഓർത്തു വെക്കുക, റേഡിയോ നെല്ലിക്ക എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതുവഴി കുട്ടികൾക്കിടയിലുള്ള മാനസിക സംഘർഷം, അതേപോലെ ലഹരിക്ക് അടിമയാകുക അല്ലെങ്കിൽ സൈബർ ഇടങ്ങളിൽ അവർ നേടുന്ന ചതിക്കുഴികൾ, സോഷ്യൽ മീഡിയ അഡിക്ഷൻ തുടങ്ങിയവ തടയാൻ വേണ്ടിയിട്ടാണ്, അവയൊക്കെ വർദ്ധിക്കുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ആവിഷ്കരിക്കുന്നത്. റേഡിയോ നെല്ലിക്ക എന്നാണ് ഈ ഒരു ഇന്റർനെറ്റ് റേഡിയോയ്ക്ക് നൽകിയിരിക്കുന്ന പേര്. അപ്പോൾ ഇതിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കുട്ടികൾക്ക് അതിൽ പങ്കെടുക്കാവുന്നതാണ്. കേൾക്കുവാനും അതേപോലെ പങ്കെടുക്കുവാനും സാധിക്കുന്നതാണ്. കുട്ടികളുടെ അവകാശവുമായി ബന്ധപ്പെട്ട് റൈറ്റ് ആൻഡ് അതേപോലെ ഫോൺ ഇൻ പരിപാടിയായി ഇമ്മിണി ബാല്യകാര്യം, അതേപോലെ തന്നെ രക്ഷിതാക്കളും കുട്ടികൾക്കും അധ്യാപകർക്കും പങ്കെടുക്കുവാൻ സാധിക്കുന്ന ആകാശദൂത്, റേഡിയോ ചാറ്റ് പ്രോഗ്രാം ആയിട്ടുള്ള അങ്കിൾ ബോസ് എന്നിവയാണ് ഈ ഒരു ചാനലിലെ അല്ലെങ്കിൽ ഈ ഒരു റേഡിയോയിലെ പ്രധാന പരിപാടികൾ എന്ന് പറയുന്നത്. റേഡിയോ നെല്ലിക്കയിലെ പ്രധാന പരിപാടികൾ. അപ്പോൾ ഓർത്തു വെക്കുക, ആരാണ് ഇങ്ങനെ ഒരു പദ്ധതി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടി ആവിഷ്കരിക്കുന്നത്? ആരാണ്? സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനാണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആരംഭിക്കുന്ന ഒരു ഇന്റർനെറ്റ് റേഡിയോയാണിത്. റേഡിയോ നെല്ലിക്ക. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. അടുത്തിടെ 7 പേരുടെ മരണത്തിന് കാരണമായ ഹെലികോപ്റ്റർ അപകടം ഉണ്ടായ സംസ്ഥാനം ഏതെന്നാണ്. ഓർത്തു വെക്കാം, ഉത്തരാഖണ്ഡിലാണ് ഒരു ഹെലികോപ്റ്റർ അപകടം കൂടി നടന്നിരിക്കുകയാണ്. ഏത് സംസ്ഥാനത്താണ് നടന്നത്? ഉത്തരാഖണ്ഡിലാണ്. എത്ര പേരുടെ മരണത്തിന് കാരണമായി? 7 പേരുടെ മരണത്തിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ കേദാർനാഥ് തീർത്ഥാടകരുടെ അവർ മടങ്ങിയ ഒരു ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. എവിടെ വെച്ചാണ് ഈ ഒരു അപകടം നടന്നിരിക്കുന്നത്? ഉത്തരാഖണ്ഡിലാണ് ഈ ഒരു
അപകടം നടന്നത്. കേദാർനാഥ് തീർത്ഥാടക സംഘം മടങ്ങിപ്പോയ ആര്യൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ബെൽ 407 എന്താണ് ബെൽ ഓർത്തു വെക്കുക, ബെൽ 407 എന്നുള്ള ഒരു ഹെലികോപ്റ്റർ ആണ്. ഈ ഒരു ഹെലികോപ്റ്റർ ആണ് എന്താണ് അപകടത്തിൽ പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഹെലികോപ്റ്റർ അപകടം എവിടെയാണ് ഉണ്ടായിരിക്കുന്നത്, ഏത് സംസ്ഥാനത്താണെന്ന് ഓർത്തു വെക്കുക, ഉത്തരാഖണ്ഡിലാണ് സംഭവിച്ചത്. അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖലയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ആദ്യ ആൽക്കഹോൾ ലേബൽ ഏതെന്നാണ്. ഓർത്തു വെക്കാം, ചിറാപുഞ്ചി ജിൻ എന്നുള്ള പുതിയ ലേബലാണ്. എന്താണ് പ്രത്യേകത എന്ന് ഓർത്തു വെക്കുക. ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖലയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ആദ്യത്തെ ആൽക്കഹോൾ ലേബലാണിത്. പേരോർത്തു വെക്കുക, ചിറാപുഞ്ചി ജിൻ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഷില്ലോങ്ങിലെ മയൂഖ് ഹസാരിക സ്ഥാപിച്ച ഈ ഒരു ചിറാപുഞ്ചി ഈസ്റ്റേൺ ക്രാഫ്റ്റഡ് ജിൻ എന്നുള്ള ഈ ഒരു ബ്രാൻഡ്, ഈ ഒരു ലേബൽ എന്താണ് മഴവെള്ളത്തിൽ നിന്നുമാണ് വാറ്റിയെടുത്തിരിക്കുന്നത്. എന്താണ് മഴവെള്ളത്തിൽ നിന്നും വാറ്റിയെടുത്തിട്ടുള്ള ഒരു ആൽക്കഹോൾ ലേബലാണിത്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത ഓർത്തു വെക്കുക, ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖലയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ആദ്യത്തെ ആൽക്കഹോൾ ലേബലാണിത്. എന്താണ് പേരെന്ന് ഓർത്തു വെക്കുക, ചിറാപുഞ്ചി ജിൻ എന്നാണ്. ഇനി പുതിയൊരു മോട്ടോയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ലോക്പാലിന്റെ പുതിയ മോട്ടോ എന്തെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കാം, എംപവർ സിറ്റിസൺസ് എക്സ്പോസ് കറപ്ഷൻ എന്നുള്ളതാണ് എന്താണ് ലോക്പാലിന്റെ പുതിയ മോട്ടോ. 2025 ലോക്പാലിന്റെ പുതിയ മോട്ടോ വന്നിരിക്കുന്നത്. അതേപോലെ പുതിയ ലോഗോയും വന്നിരിക്കുകയാണ്. മോട്ടോ എന്താണെന്ന് ഓർത്തു വെക്കുക, എംപവർ സിറ്റിസൺസ് എക്സ്പോസ് കറപ്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ മോട്ടോയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ലോക്പാൽ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, എന്തിനു വേണ്ടിയിട്ടുള്ള സമിതിയാണെന്ന് നമുക്ക് അറിയാം. എന്താണ് ദേശീയ തലത്തിൽ ഉദ്യോഗസ്ഥ വൃന്ദത്തിലുള്ള അഴിമതികൾക്കെതിരെ പ്രവർത്തിക്കുന്ന, അത് കണ്ടെത്തുവാനും അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഘടനയാണ്, ഒരു സമിതിയാണ് എന്താണ് ലോക്പാൽ എന്നുള്ളത്. അപ്പോൾ ഇതിന്റെ പുതിയ മോട്ടോ വന്നിരിക്കുകയാണ്. എന്താണ് എംപവർ സിറ്റിസൺസ് എക്സ്പോസ് കറപ്ഷൻ എന്നുള്ളതാണ് പുതിയ മോട്ടോ. ഇനി എന്നാണ് ലോക്പാൽ ലോകായുക്ത നിയമം 2013 നിലവിൽ വന്നത് എന്നാണെന്നൂടി ഓർത്തു വെക്കുക. 2014 2014 ജനുവരി 16 ഈ ഒരു നിയമം എന്താണ് നിലവിൽ വന്നത്. ലോക്പാൽ ലോകായുക്ത നിയമം 2013 എന്നാണ് നിലവിൽ വന്നത്. 2014 ജനുവരി 16 നിലവിൽ വന്നത്. ഇനി ലോക്പാലിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് കൂടി ഓർത്തു വെക്കുക, ന്യൂഡൽഹിയാണ് എന്താണ് ലോക്പാലിന്റെ ആസ്ഥാനം പ്രവർത്തിക്കുന്നത്. ഏത് വർഷമാണ് ഈ ഒരു നിയമം നിലവിൽ വന്നതെന്ന് നമ്മൾ പറഞ്ഞു, 2014 ജനുവരി 16. ഇനി ഈ ലോക്പാലിന്റെ തലവൻ, അതായത് ലോക്പാലിന്റെ ചെയർമാൻ ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക, അജയ് മണിക് റാവു ഖാൽവിൽക്കർ ആണ് നിലവിലെ എന്താണ് ചെയർമാൻ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക, ലോക്പാലിന്റെ ചെയർമാൻ. അപ്പോൾ 2025 ജൂണിൽ നിലവിൽ വന്ന ലോക്പാലിന്റെ പുതിയ മോട്ടോ ഏതാണെന്ന് ഓർത്തു വെക്കാം, എംപവർ സിറ്റിസൺസ് എക്സ്പോസ് കറപ്ഷൻ എന്നുള്ളതാണ്. ഇനി ഒരു റിപ്പോർട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉൽപാദന ശേഷി വർദ്ധിച്ചതിൽ രാജ്യത്ത് 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതെന്നാണ്. ഓർത്തു വെക്കാം, കർണാടകയാണ് 1ാം സ്ഥാനത്തുള്ളത്. 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. ഏത് സാമ്പത്തിക വർഷത്തിലാണ്? ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം 2024-25 സാമ്പത്തിക വർഷത്തിൽ. എന്താണ് പ്രത്യേകത? കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉൽപാദന ശേഷി വർദ്ധിപ്പിച്ചതിൽ രാജ്യത്ത് 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. ഇനി ഇതിൽ തന്നെ 2ാം സ്ഥാനത്ത് വന്നിരിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ഓർത്ത് വെക്കുക, തമിഴ്നാടാണ് 2ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത്. 3ാം സ്ഥാനത്തുള്ളത് ഗുജറാത്താണ് 3ാം സ്ഥാനത്ത്. ഈ ഒരു റിപ്പോർട്ടിൽ ഗുജറാത്താണ് 3ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത്. എന്താണ് കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉൽപാദന ശേഷി വർദ്ധിപ്പിച്ചതിൽ 1ാം സ്ഥാനത്തുള്ളത് കർണാടകയാണ്, 2ാം സ്ഥാനത്ത് തമിഴ്നാടാണ്, 3ാം സ്ഥാനത്ത് ഗുജറാത്താണ്. ഏത് സാമ്പത്തിക വർഷത്തെ കണക്ക് പ്രകാരമാണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക, 2024-25 സാമ്പത്തിക വർഷത്തെ കണക്ക് പ്രകാരമാണ്. അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വരുന്നത് എവിടെയെന്നാണ്. ഓർത്തു വെക്കാം, സിന്ധുദുർഗിലാണ്. എവിടെയാണ്? മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗിലാണ് ഈ ഒരു അണ്ടർ വാട്ടർ മ്യൂസിയവും അതേപോലെ കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വരുന്നത്. അപ്പോൾ 2024 ഡീപ് കമ്മീഷൻ ചെയ്തിട്ടുള്ള INS ഓർത്തു വെക്കുക, INS ഗുൽദാർ. എന്താണ്? INS ഗുൽദാർ ആണ്. അപ്പോൾ ഈ ഒരു INS ഗുൽദാർ ഇപ്പോൾ എവിടെയാണുള്ളത്? സിന്ധുദുർഗിലാണ്. അപ്പോൾ ഈ ഒരു INS ഗുൽദാറിന് ചുറ്റുമായിട്ടാണ് ഈ ഒരു മ്യൂസിയവും അതേപോലെ കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വരുന്നത്. ഏത് സംസ്ഥാനത്താണെന്ന് ഓർത്തു വെക്കുക, മഹാരാഷ്ട്രയിലാണ്. എന്താണ്? ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വരുന്നത്. അതെവിടെയാണ്? സിന്ധുദുർഗിലുള്ള INS ഗുൽദാറിന് ചുറ്റുമായിട്ടാണ് നിലവിൽ വരുന്നത്. ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്രയിലാണ്.
ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. 2025 ബ്രിക്സിൽ പങ്കാളി രാജ്യമായി ചേർന്നത് ഏത് രാജ്യമെന്നാണ്. ഓർത്തു വെക്കുക, വിയറ്റ്നാം ആണ്. എന്താണ് ബ്രിക്സിൽ 2025 ജൂണിൽ പങ്കാളി രാജ്യമായിട്ടാണ് ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഓർത്തു വെക്കേണ്ട മറ്റൊരു വസ്തുത എന്തെന്ന് വെച്ചാൽ പത്താമത് ബ്രിക്സിൽ ചേരുന്ന 10ാമത് പങ്കാളി രാജ്യമാണ് ഏത്, വിയറ്റ്നാം എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അപ്പോൾ ഏത് സംഘടനയിലാണ്, ബ്രിക്സിലാണ്. പങ്കാളി രാജ്യമായി ചേർന്നിരിക്കുന്ന രാജ്യം ഏതാണ്, വിയറ്റ്നാം ആണ്. പത്താമത്തെ പങ്കാളി രാജ്യമായിട്ടാണ് വിയറ്റ്നാം ചേർന്നിരിക്കുന്നത്. ഇനി 2024 കസാക്കിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ വെച്ചാണ് ഈ ഒരു പങ്കാളി രാജ്യ വിഭാഗം ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതിലൂടെ ഈ ഒരു പങ്കാളി രാജ്യത്തിലേക്ക് ചേരുന്ന 10ാമത്തെ രാജ്യമായി മാറിയിരിക്കുകയാണ് വിയറ്റ്നാം. അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ പ്രവർത്തനം ടെസ്റ്റ് ചെയ്യുവാനും കാര്യക്ഷമത ഉറപ്പാക്കുന്നതിനുമായി ടെക്നോ പാർക്ക് കമ്പനി നിർമ്മിച്ച ഒരു സംവിധാനമാണ്. ഏതാണ് ആ സംവിധാനം എന്ന് ഓർത്തു വെക്കുക, ഡാറ്റോസ്കോപ്പ്. എന്താണ് ഡാറ്റോസ്കോപ്പ് എന്നുള്ള ഒരു സംവിധാനമാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണിത്, ഇലക്ട്രോണിക് ഉപകരണങ്ങളെ പ്രവർത്തനം ടെസ്റ്റ് ചെയ്യുവാനും അതേപോലെ അവയുടെ കാര്യക്ഷമത ഉറപ്പാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ്. ഇനി നമ്മൾ പറഞ്ഞു എന്താണ്, ടെക്നോ പാർക്കിലെ ഒരു കമ്പനിയാണ് ഇത് നിർമ്മിച്ചത് എന്നുള്ള കാര്യം പറഞ്ഞു. ഇനി ഓർത്തു വെക്കുക, എന്താണ് ടെക്നോ പാർക്ക് കമ്പനി ആയിട്ടുള്ള ടാക്ലോഗ് എന്നുള്ള ഒരു കമ്പനിയാണ് ഈ ഒരു സംവിധാനം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംവിധാനത്തിന് നൽകിയിരിക്കുന്ന പേരെന്താണ്, ഡാറ്റോസ്കോപ്പ് എന്നാണ്. അടുത്തത് ഒരു ജമ്പിംഗ് സ്പൈഡറിനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അടുത്തിടെ ദക്ഷിണേന്ത്യയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ജമ്പിംഗ് സ്പൈഡർ സ്പീഷീസ് ആണ്. ഓർത്തുവെക്കാം, സ്പാർട്ടിയസ് കരിഗിരി എന്നുള്ള ഒരു പുതിയ ഇനം എന്താണ്, സ്പൈഡർ സ്പീഷീസിനെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. എവിടെ നിന്നുമാണ് കണ്ടെത്തിയതെന്ന് ഓർത്തു വെക്കുക, ദക്ഷിണേന്ത്യയിൽ നിന്നുമാണ്. ആദ്യം കർണാടകയിലാണ് കണ്ടെത്തിയത്. അതിനുശേഷം ദക്ഷിണേന്ത്യയിൽ പല ഭാഗങ്ങളിൽ നിന്നും ഈ ഒരു സ്പൈഡറിനെ കണ്ടെത്തി. അപ്പോൾ ഇതിന്റെ പേര്, ഈ ഒരു സ്പീഷീസിന്റെ പേര് ഓർത്തു വെക്കുക, എന്താണ്, സ്പാർട്ടിയസ് കരിഗിരി എന്നുള്ള പുതിയ ഇനം സ്പീഷീസിനെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. പിന്നെ സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2025 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കിരീടം നേടിയത് ഏത് ടീമെന്നാണ്. ഓർത്തു വെക്കുക, ദക്ഷിണാഫ്രിക്കയാണ്. 2025 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കിരീടം നേടിയിരിക്കുന്നത്. ഫൈനലിൽ ഓസ്ട്രേലിയനെയാണ് പരാജയപ്പെടുത്തിയത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. 5 വിക്കറ്റിനാണ് ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി ദക്ഷിണാഫ്രിക്ക ഈ ഒരു ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കിരീടം നേടിയിരിക്കുന്നത്. ഇനി ഒരു ടീമിന്റെ, അതായത് ദക്ഷിണാഫ്രിക്കൻ ടീമിന്റെ ക്യാപ്റ്റൻ ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക, തെമ്പ ബാവുമയായിരുന്നു എന്നാണ് ദക്ഷിണാഫ്രിക്കയുടെ ടീം ക്യാപ്റ്റൻ. അങ്ങനെയാണെങ്കിൽ ഓസ്ട്രേലിയയുടെ ടീം ക്യാപ്റ്റൻ ആരായിരുന്നു, പാറ്റ് കമിൻസ് ആണ് ഓസ്ട്രേലിയയുടെ ടീം ക്യാപ്റ്റൻ. ഇനി ഒരു മത്സരത്തിൽ ആരാണ് ഫൈനലിലെ താരമായത്, എയ്ഡൻ മാർക്രമാണ് ഫൈനലിലെ താരമായത്. ഇനി മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ 27 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ICC കിരീടം ദക്ഷിണാഫ്രിക്കയ്ക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക, 2025 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കിരീടം നേടിയ ടീം ഏതാണ്, ദക്ഷിണാഫ്രിക്കയാണ്. ഇനി വരുന്ന RRB ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് RRB ഗ്രൂപ്പ് ഡി റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട്. മലയാളത്തിലാണ് ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ വഴിയോ ഈ ബുക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. അപ്പോൾ ഇനി വരുന്ന ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ ഉറപ്പായും ടാലന്റിന്റെ RRB ഗ്രൂപ്പ് ഡി റാങ്ക് ഫയൽ സ്വന്തമാക്കൂ. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു. 2025 ഇ സ്പോർട്സ് വേൾഡ് കപ്പിന്റെ ഗ്ലോബൽ അംബാസഡറായി നിയമിതനായത് ആരെന്നാണ്. ഓർത്തുവെക്കാം, ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ഈ ഒരു ഗ്ലോബൽ അംബാസഡർ ആയിട്ട് നിയമിതനായിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചർച്ച ചെയ്തത് ഒരു പദ്ധതിയായിരുന്നു. വയോജനങ്ങളുടെ ഏകാന്തത അകറ്റാൻ സർക്കാർ തയ്യാറാക്കുന്ന പദ്ധതി ഏതെന്നാണ്. സല്ലാപം എന്നുള്ള പദ്ധതിയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ്, വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി സർക്കാർ തയ്യാറാക്കുന്നത്. ശേഷം നമ്മൾ ചർച്ച ചെയ്തത് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇന്റർനെറ്റ് റേഡിയോ ഏതെന്നാണ്. റേഡിയോ നെല്ലിക്ക എന്നുള്ള ഒരു പുതിയ റേഡിയോയാണ്, ഇന്റർനെറ്റ് റേഡിയോയാണ്. ആരാണ് തയ്യാറാക്കുന്നത്, സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനാണ് കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു റേഡിയോ തയ്യാറാക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് അടുത്തിടെ 7 പേരുടെ മരണത്തിന് കാരണമായ ഹെലികോപ്റ്റർ അപകടം ഉണ്ടായ സംസ്ഥാനം ഏതെന്നാണ്. ഏത് സംസ്ഥാനത്ത് വെച്ചാണ്, ഉത്തരാഖണ്ഡിൽ വെച്ചാണ് ഈ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത് എന്നാണ്. കേദാർനാഥ് തീർത്ഥാടകർ അവർ തിരിച്ചു വരികയായിരുന്നു. ആ സമയത്താണ് ഈ ഒരു അപകടം ഉത്തരാഖണ്ഡിൽ വെച്ച് നടന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചർച്ച ചെയ്തത് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖലയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ആദ്യ ആൽക്കഹോൾ ലേബൽ ഏതെന്നാണ്. ചിറാപുഞ്ചി ജിൻ എന്നുള്ള ആൽക്കഹോൾ ലേബലാണ്. മഴവെള്ള
ജലത്തിൽ നിന്നുമാണ് ഇത് ഉണ്ടാക്കുന്നത്. ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു മോട്ടോയായിരുന്നു. ലോക്പാലിന്റെ പുതിയ മോട്ടോയാണ് എംപവർ സിറ്റിസൺസ് എക്സ്പോസ് കറപ്ഷൻ എന്നുള്ളതാണ് 2025 ജൂണിൽ വന്നിട്ടുള്ള ലോക്പാലിന്റെ പുതിയ മോട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു റിപ്പോർട്ടായിരുന്നു. 2024-25 സാമ്പത്തിക വർഷത്തിൽ കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉൽപാദന ശേഷി വർദ്ധിപ്പിച്ചതിൽ രാജ്യത്ത് 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. 2ാം സ്ഥാനത്ത് തമിഴ്നാടാണ്. 3ാം സ്ഥാനത്ത് ഗുജറാത്താണ്. ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വരുന്നത് എവിടെയെന്നാണ്? മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗിലാണ് നിലവിൽ വരുന്നത്. INS ഗുൽദാറിന് ചുറ്റുമായിരിക്കും ഈ ഒരു മ്യൂസിയവും, ഈ ഒരു അണ്ടർ വാട്ടർ മ്യൂസിയവും പവിഴപ്പുറ്റും നിലവിൽ വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് 2025 ബ്രിക്സ് പങ്കാളി രാജ്യമായി ചേർന്നത് ഏത് രാജ്യമെന്നാണ്? വിയറ്റ്നാം ആണ് ബ്രിക്സിൽ പങ്കാളി രാജ്യമായി അടുത്തിടെ ചേർന്നത്. 2025 ജൂണിൽ ചേർന്നത് 10ാമത് രാജ്യമായിട്ടാണ്. 10ാമത് പങ്കാളി രാജ്യമായിട്ടാണ് ബ്രിക്സിൽ വിയറ്റ്നാം ചേർന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ പ്രവർത്തനം ടെസ്റ്റ് ചെയ്യുവാനും കാര്യക്ഷമത ഉറപ്പാക്കുന്നതിനുമായി ടെക്നോ പാർക്ക് കമ്പനി നിർമ്മിച്ച സംവിധാനം ഏതെന്നാണ്? ഡാറ്റോസ്കോപ്പ് എന്നുള്ള സംവിധാനമാണ്. എന്താണ് ടെക്നോ പാർക്ക് കമ്പനിയായിട്ടുള്ള ടാക്ലോഗ് എന്നുള്ള ഇലക്ട്രോണിക് ഡിസൈൻ നിർമ്മാണ കമ്പനിയാണ് ഡാറ്റോസ്കോപ്പ് എന്നുള്ള ഈ ഒരു സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ ദക്ഷിണേന്ത്യയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ജമ്പിംഗ് സ്പൈഡർ സ്പീഷീസ് ഏതെന്നാണ്? സ്പാർട്ടിയസ് കാരഗിരി എന്നുള്ള പുതിയ സ്പീഷീസിനെയാണ്, ജമ്പിംഗ് സ്പൈഡർ സ്പീഷീസിനെയാണ് ദക്ഷിണേന്ത്യയിൽ നിന്നും അടുത്തിടെ കണ്ടെത്തിയത്. അത് കഴിഞ്ഞ് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്. 2025 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കിരീടം നേടിയ ടീം ഏതാണ്? ദക്ഷിണാഫ്രിക്കയാണ്. ദക്ഷിണാഫ്രിക്കയുടെ ക്യാപ്റ്റൻ ആരാണെന്ന് പറഞ്ഞു? തെമ്പ ബൗമയാണ് ദക്ഷിണാഫ്രിക്കയുടെ ക്യാപ്റ്റൻ. അതേപോലെ ഫൈനലിൽ ഓസ്ട്രേലിയയാണ് പരാജയപ്പെടുത്തത്. ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് ആയിരുന്നു. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം ഇതാണ്. അടുത്തിടെ 2025-35 കാലയളവിനെ ഹൈഡ്രോ പവർ ദശകം ആയി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതെന്നാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ മേഘാലയ, ഓപ്ഷൻ ബി അരുണാചൽ പ്രദേശ്, ഓപ്ഷൻ സി അസം, ഓപ്ഷൻ ഡി സിക്കിം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. അടുത്തിടെ ചാണക്യ യൂണിവേഴ്സിറ്റി ചാൻസലറായി നിയമിതനായത് ആരെന്നാണ്? ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഓപ്ഷൻ എ കെ ശിവൻ, ഓപ്ഷൻ ബി AS കിരൺ കുമാർ, ഓപ്ഷൻ സി S സോമനാഥ്, ഓപ്ഷൻ ഡി V നാരായണൻ. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് 2025 1ാം സ്ഥാനത്തുള്ള രാജ്യം ഏതെന്നാണ്? ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഐസ്ലൻഡ് ആണ് 1ാം സ്ഥാനത്തുള്ളത്. 2ാം സ്ഥാനത്ത് ഫിൻലൻഡ് ആണ്. 3ാം സ്ഥാനത്ത് നോർവേ ആണ്. ഈ ഒരു ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 131 ആയിരുന്നു. ഇനി വേൾഡ് എക്കണോമിക് ഫോറം ആണ് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത്. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു. 2025 ജൂൺ 12 അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട വിമാനം ഏതെന്നാണ്? ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ബോയിങ് 7878 ഡ്രീം ലൈനർ എന്നുള്ള വിമാനമാണ് 2025 ജൂണിൽ അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ടത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.